ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല 3 ഈസി എന്താ പറയുക വെൽക്കം ഡ്രിങ്ക് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് പാർട്ടിയിൽ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു 3 അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മൂന്നും ഈസിയാണ്, വലിയ പണിയില്ല, വലിയ ചിലവൊന്നുമില്ല, നമുക്ക് വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം. ഇതാ ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇല്ലേ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇതൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒരു 3 കപ്പ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ആഡ് ചെയ്തെടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. ഇതൊന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പം 400 ഗ്രാമിൻ്റെ ഒരു ടിന്നില്ലേ അതിലൊരു മുക്കാൽ ഭാഗത്തോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരമൊക്കെ പിന്നെ നോക്കിയിട്ട് അവരൊരു ടേസ്റ്റിനനുസരിച്ചും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കോൺഫ്ലവർ ഇല്ലേ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചത്, അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചതാണെങ്കിൽ ചേർക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അടിയിൽ ഇങ്ങനെ കട്ട പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ ഇതിലേക്ക് കോൺഫ്ലവർ ചേർത്തതിന് ശേഷം നമ്മൾ കൈയെടുക്കാണ്ട് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതിൽ വെച്ചിട്ടായാലും ഇത് പെട്ടെന്ന് ഉരുണ്ടുകൂടി ഇങ്ങനെ കട്ട പിടിച്ചിട്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൈയെടുക്കാണ്ട് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ കുറച്ച് കുറുകി വരും, അതുപോലെ തന്നെ കാണാനായാലും ചെറിയൊരു ഗ്ലേസിങ്ങിലായിട്ട് ആ ഒരു രീതിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇതൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഐറ്റംസിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ചെറിയൊരു ഫ്ലേവറിന് ഒരു 1/4 സ്പൂൺ ഒരു കുറച്ച് മതി കേട്ടോ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് അനാർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ആപ്പിൾ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് കാഷ്യൂ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കസ്കസ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇതെല്ലാം നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ചെറിയ തണുപ്പെല്ലായിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഈ ഒരു രീതിയിൽ കോൺഫ്ലവർ ഒന്ന് വെച്ചിട്ട് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കട്ടോ. ഇത് ഭയങ്കര ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്, വെറുതെ പറയുന്നതല്ല. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് സെർവ് ചെയ്തെടുക്കലാണ്. ഉണ്ടാക്കുന്നത് മാംഗോ സാഗോ ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ ഒരു സാഗോ ചോരി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് നിറയെ വെള്ളം ഒഴിക്കുക. എന്നിട്ട് അതൊന്ന് തിളച്ച് വരുമ്പം ഇതിലേക്ക് സാഗോ ചേർത്ത് കൊടുക്കാം. ഇത് കുക്കായിട്ട് വരാൻ വേണ്ടി കുറച്ചധികം ടൈം തന്നെ എടുത്തിന് കേട്ടോ. അപ്പം നല്ല രീതിയിൽ ആയിക്കഴിഞ്ഞാൽ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഉണ്ടാവും, ചെറിയൊരു ഹാർഡായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അതിന് ശേഷം ഒരു അരിപ്പയിലിട്ടിട്ട് തണുത്ത വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേറെ ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ആ ഒരു ചോരിയെല്ലാം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ഐറ്റംസിൽ റെഡിയാക്കി എടുക്കുക. ഇനിയിപ്പോൾ 1.5 കപ്പ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് ഈ പാൽ ഒഴിച്ച് കൊടുക്കുക. ഇതിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ 200 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ഇതില്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ എപ്പോഴും പുഡിങ് ഇങ്ങനത്തെ സ്വീറ്റ് ഐറ്റം ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സില്ലേ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ചേർക്കുന്നതിന് മുന്നേ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ അടിയിലൊക്കെ ഇങ്ങനെ കട്ട പിടിച്ചിട്ടുണ്ടാവും.
അപ്പം അതും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത്രയും ഐറ്റംസ് ചേർത്ത് കസ്റ്റാർഡിലൊന്ന് കുക്കായി വന്ന് ഒന്ന് തിളച്ച് വന്നാൽ തന്നെ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ ഇതിൽ പാടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് അരിച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഐറ്റംസും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതിപ്പോൾ മാംഗോ പിന്നെ കുറച്ച് പഞ്ചസാര മാത്രം ചേർത്തിട്ട് അരച്ചെടുത്തതാണ്. വെള്ളം ഒന്നും ചേർക്കാണ്ട് കേട്ടോ, അങ്ങനെ തന്നെ എടുക്കുക. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് മാംഗോ പീസസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചോരിയില്ലേ സാഗോ നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചിട്ടില്ലേ അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്ര ഐറ്റംസ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ നട്ട്സും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇത്രയും ഐറ്റംസ് ചേർത്ത് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. തണുത്തിട്ടെല്ലാം കേൾക്കുമ്പോൾ നല്ല ടേസ്റ്റ്. അപ്പോൾ അങ്ങനെ മാറ്റി വെക്കാം. മാംഗോ സാഗോ ഡ്രിങ്കെല്ലാം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് സെർവ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ടും എങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. ഇന്ന് ഉണ്ടാക്കുന്നത് ഫ്രൂട്ട് കസ്റ്റാർഡാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സാക്കി എടുക്കലാണ്. ഇതിപ്പോൾ ഒരു 3 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡറിലേക്ക് ഒരു 1/4 കപ്പ് പാല് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. അതൊന്ന് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഒരു പാത്രത്തിലേക്ക് 3 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. പാല് ചേർത്തിട്ട് പാലെല്ലാം ഒന്ന് തിളച്ചിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ പഞ്ചസാര ചേർക്കാം കേട്ടോ. പിന്നെ ഇതുപോലത്തെ ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നതാണ് നല്ലത്, നല്ല ടേസ്റ്റ് ഉണ്ടായാൽ. അപ്പോൾ ഇതിപ്പം ഞാനൊരു 200 ഗ്രാം ഈ ഒരു ടിന്നിൻ്റെ ഇതൊരു 400 ഗ്രാമിൻ്റെ ടിന്നാണ്. ഇതിൻ്റെ പകുതിയോളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മധുരമൊക്കെ നോക്കിയിട്ട് വേണമെന്നുള്ളവർക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ ഇതിലേക്ക് ഈ ഒരു കസ്റ്റാർഡ് പൗഡറില്ലേ നേരത്തെ മിക്സാക്കി വെച്ചത് അതും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചതാണെങ്കിൽ ഇതിൽ ചേർക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ അടിയിൽ കട്ട പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് എന്താ പറയുക കുറച്ചൊന്ന് കുറുക്കിയെടുക്കാം. പിന്നെ ഒരു കസ്റ്റാർഡ് പൗഡർ ചേർത്ത പാടെ തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അതങ്ങ് കട്ട പിടിച്ചു പോവും. അപ്പം ചെറിയ തീയിൽ വെച്ചിട്ട് ഈ ഒരു കസ്റ്റാർഡൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ട് കുറച്ചൊന്ന് ഫ്രിഡ്ജിലൊക്കെ വെക്കാം കേട്ടോ. പിന്നെ ഒന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷമാണ് ഇതിൽ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കസ്റ്റാർഡൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ആപ്പിളും അതുപോലെ തന്നെ മാങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കസ്കസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഇഷ്ടമുള്ള മറ്റുള്ള ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കുക, അതുപോലെ നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത്രയും ഐറ്റംസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ 3 റെസിപ്പീസ് അടിപൊളിയാണ്, ഈസിയാണ്, ടേസ്റ്റിയാണ്. നമുക്കൊരു 5 മിനിറ്റിൽ ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പീസാണ്. അപ്പോൾ ഇപ്പം പറയുന്നത് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. ആക്കിയിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക, കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.